എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഓർഗഷിമയും കാസ്റ്റിലും കാണിക്കും. അതാണെങ്കിൽ ഏകദേശം തീ പിടിച്ച് അങ്ങനെ കത്തിയേരിയാണ്. അപ്പൊ സൂം ചെയ്ത് ഐസോയും ഫുക്കറ കോജിയും അവർ രണ്ടുപേരുടെ നിഞ്ച ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് പരസ്പരം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഫുക്കറ കോജി ആണെങ്കിൽ ഐസോയെ നോക്കും. അവന്റെ ബോഡി ഓൾമോസ്റ്റ് തീയൊക്കെ കത്തിയേരിയാണ്. ഫുക്കർ കോച്ച് അവനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് നീ എൻ്റെ ദേഹത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഫ്രീസിങ് ജിപ്സു അത് അൺഡു ചെയ്യും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ അൺഡു ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. ഓൾമോസ്റ്റ് നിന്റെ ബോഡിയിൽ തീയെല്ലാം പടർന്നു പിടിച്ചിരിക്കുകയാണ്. സോ ഇപ്പോഴെങ്കിലും നീ ഇത് അൺഡു ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനാവില്ല. പക്ഷെ റൈസോ ആണെങ്കിൽ അതിന് തയ്യാറാവാതെ തീ കത്തിയിരിക്കുന്ന വേദനയിലും അങ്ങനെ ടെററായിട്ട് നിൽക്കും. അവന് നന്നായിട്ട് അറിയാം ഫുക്കറ കോജി അവനെ ചീറ്റ് ചെയ്യുമെന്ന്. അല്പ സമയം കൂടെ മുൻപോട്ടേക്ക് പോകുമ്പോഴേക്കും ഇപ്പൊ ഫുക്കറ കോജിയുടെ ദേഹത്തും പതിയെ തീ പിടിക്കാനായിട്ട് ആരംഭിക്കും. അവനാണെങ്കിൽ പേടിച്ച് നിലവിളിക്കും, റൈസോയോട് കെഞ്ചും. പക്ഷെ റൈസോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. അതേസമയം അതേ ഫ്ലോറിൽ തന്നെ മറ്റൊരു ഭാഗത്ത് കുറെ സോൾജിയേഴ്സ് അവരാണെങ്കിൽ കത്തിയെരിയുന്ന തീയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചന്നം പിന്നെ ഓടുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴായിരിക്കും നിൽക്കുന്ന ഭാഗത്തേക്ക് മുകളിലുള്ള സീലിംഗ് അത് തകർന്നു വരിക. അടുത്ത നിമിഷം ഒരാൾ വന്ന് ആ സീലിംഗ് അങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. അത് മറ്റാരുമല്ല, ഷാൽ ജിംബൈ. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവ്, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ആ ഫിഷ്മാൻ ഐലാൻഡിലെ ഫുൾ പേഴ്സൺ അല്ലേ? നിങ്ങളിപ്പോ ലൂഫിയാൻ ടീമിലെ മെമ്പർ അല്ലേ? സാക്ഷാൽ ജിംബൈ, ഞങ്ങളുടെ ലൈഫ് സേവ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയും. ജിംബൈക്കാണെങ്കിൽ അതെല്ലാം കേട്ട് കൺട്രോൾ പോവും. കാരണം അവന്റെ കൈവിട്ട ആ സീലിംഗ് താഴേക്ക് വീണ് അവരെല്ലാവരും മരിക്കും. മര്യാദയ്ക്ക് ഇവിടുന്ന് ജീവനം കൊണ്ട് ഓട്. ഒരുപാട് നേരം ഇതിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ജിംബൈ തീർത്തു പറയും. അത് കേട്ട സോൾജിയേഴ്സ് ആണെങ്കിൽ നാനാ ഭാഗത്തേക്ക് ഓടുകയാണ്. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ അവിടുന്ന് ചറപറ ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങും. പക്ഷെ അപ്പോഴും അവർ വിളിച്ചു പറയും, ജിംബൈ, ഞങ്ങൾ ഒരിക്കലും നിന്നെ മറക്കില്ല, ആണ് ഞങ്ങളുടെ ലൈഫ് രക്ഷിച്ചത്. അതേസമയം ജിംബൈ അവനാണെങ്കിൽ കാര്യമായിട്ട് ആലോചിക്കും, ഈ കാസ്റ്റിൽ എങ്ങനെ ഇത്രയധികം ഫോഴ്സിൽ തീ പടർന്നു? പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് ജിംബൈ മനസ്സിലാക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് സാക്ഷാൽ ബിഗ് മോം അവൾ ഫുൾ ടെററിൽ ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. അവളാണെങ്കിൽ അവളുടെ വെപ്പൻസ് ഒക്കെ ഉപയോഗിച്ച് ലോയെയും ബൂസ്റ്റേഴ്സ് കിഡിനെയും അങ്ങനെ തല്ലി കൊല്ലുകയാണ്. ചോപ്പറിനാണെങ്കിൽ ആ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇനിയും അവരവിടെ തുടർന്നാൽ അവർക്കടക്കം എല്ലാവർക്കും വലിയ ആപത്താണ്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം എന്നവൻ ചിന്തിക്കുമ്പോഴായിരിക്കും അവൻ പെട്ടെന്ന് അങ്ങനെ തെറിച്ചുപോയി ഈ ചോപ്പറിൽ നിന്ന് ഇപ്പൊ നോർമൽ ചോപ്പറായി മാറുക. ചോപ്പറിനാണെങ്കിൽ ഭയങ്കര ആശ്വാസം. അവൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കും. ചോപ്പറിന് ാണ് ആ റംബിൾ ബോളിന്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലായത്. അത് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവന്റെ സൈസ് ചെറുതായി അവൻ ബേബി ചോപ്പറായി തീരും. ചോപ്പറിനാണെങ്കിൽ അവനെ കുറിച്ച് ഓർത്തല്ല, മറിച്ച് സോറയെ കുറിച്ച് ഓർത്താണ് അവന്റെ ടെൻഷൻ. കാരണം ആ ഒരു ക്വിക്ക് ഹീലർ അത് എടുത്തുകൊണ്ട് തന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ സൈഡ് എഫക്റ്റ് ഉണ്ടാവാം. മാത്രമല്ല അവന്റെ 25 എല്ലുകൾ അത് ഓൾറെഡി ഒടിഞ്ഞതാണ്. എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തണം. എന്റെ കയ്യിൽ എത്തുന്നത് വരെ അവനൊരു ആപത്ത് സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ച് ചോപ്പർ അങ്ങനെ നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ സോറോ അവൻ ചോര തുളുമ്പി അനക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അങ്ങനെ വീണ് കിടക്കുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റും നോക്കുമ്പോഴായിരിക്കും ക്ലൈമറ്റ് ആകെ ഡാർക്കായി മാറുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുക. അവൻ കണ്ണു തുറന്ന് നേരെ മുൻപിലേക്ക് നോക്കും. അവന്റെ തൊട്ട് മുൻപിൽ ഒരു സ്കെൽട്ടൻ രൂപത്തിൽ എന്തോന്ന് അത് വെപ്പൻ എടുത്ത് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോറോയ്ക്കാണെങ്കിൽ അവന്റെ കൈ അനക്കാൻ കഴിയില്ല. സ്ക്വാഡ് എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. അടുത്ത നിമിഷം ആ സ്കെൽട്ടൻ അവനെ ആഞ്ഞു വെട്ടുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കി അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് വില്ലന്മാരെ അട്ടിച്ച് തെറിപ്പിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ഈസോ അവനാണെങ്കിൽ ചുറ്റും ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊന്ന് തളർന്നിരിക്കുകയാണ്. ദൂരത്തായിട്ട് കുറച്ച് വില്ലന്മാര് അവരാണെങ്കിൽ പരസ്പരം പറയും, ഇവന് ഓളമാണ്, ആ തോറ്റു പോകുന്ന ടീമിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ ഈശോയ്ക്ക് അടുത്തേക്ക് വരും. അടുത്ത നിമിഷം അവരെ ഷൂട്ട് ചെയ്ത് എല്ലാവരെയും തകർത്ത ആശ്വാസത്തിൽ ഈശോ അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ആ നേവി സോൾജിയേഴ്സ് അവരവിടേക്ക് ചാടി വീഴുക. ാണെങ്കിൽ ഈശോയുടെ അടുത്തേക്ക് വരും. ഞങ്ങൾക്കിപ്പോ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒട്ടും സമയമില്ല. ഞങ്ങൾ ഇവിടെ വെച്ച് നീ കണ്ടിട്ടില്ല, പിന്നെ ഞങ്ങളും ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടിട്ടില്ല. ഞങ്ങളുടെ ലക്ഷ്യം അത് സ്ട്രോ ഹാറ്റ് ലൂഫിയും അവന്റെ ടീമിലുള്ള റോബിനുമാണ്. സോ ഞങ്ങൾക്കെതിരെ വരാൻ പാടില്ല. ഇപ്പൊ നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നതിനർത്ഥം വൈറ്റ് ബിയർഡിന്റെ പൈററ്റ്സ് ടീമിലുള്ളവരെ വെറുതെ വിടുന്നു എന്നല്ല. ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഞങ്ങൾ പിടിക്കും. പക്ഷെ ഇപ്പൊ അതിനുള്ള സമയമല്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ കടന്നു പോവും. ഈശോയ്ക്കാണെങ്കിൽ അത്ത് കേട്ട് കൺട്രോൾ പോവും. അവൻ ഉച്ചത്തില് ആയിട്ട് അവരെ വിളിക്കുകയാണ്. അത്ത് കേട്ട് അവർ ഷോക്കായി ഇപ്പൊ അവനെ തിരിഞ്ഞു നോക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ യമട്ടോയെ കാണിക്കും. അവളാണെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് ആ ഒരു അണ്ടർഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. അവൾ മുകളിലേക്ക് നോക്കും. ഓൾമോസ്റ്റ് ഫയർ മോൺസ്റ്ററും ആ അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അവൾ മുൻപിലായിട്ട് കാണും ഒരുപാട് വെടികുണ്ടുകളും വെപ്പൻസും എല്ലാം തന്നെ ആ ഒരു റൂമിൽ അങ്ങനെ തിക്കി നിറച്ച് വെച്ചിരിക്കുകയാണ്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ
കാഞ്ചറോ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫയർ മോൺസ്റ്റർ അത് അവിടെ വന്ന് പതിച്ച് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ആ പൊട്ടിത്തെറിയിൽ ആ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും കത്തിയെരിയും. മാത്രമല്ല അതിന്റെ ഭാഗങ്ങൾ അത് ആ ഫ്ലവർ ക്യാപിറ്റലിൽ വന്ന് പതിച്ച് ആ ഐലാൻഡും ഇല്ലാതാവും. അങ്ങനെ 2 ഐലാൻഡ് വലിയൊരു ദുരന്തത്തിൽ ഇല്ലാതാവും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇവൻ ബലി കൊടുത്തും ഞാൻ അതിനെ തടയുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആദ്യം അവളുടെ പവർ ഉപയോഗിച്ച് ആ വെപ്പൻസ് ഇരിക്കുന്ന ഭാഗം അത് മുഴുവനായിട്ടും അങ്ങനെ ഫ്രീസ് ചെയ്യാണ്. അവളത് ഫ്രീസ് ചെയ്യേണ്ട അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു ഫയർ മോൺസ്റ്റർ അത് ആ ഫ്രീസ് ആയ ഭാഗത്തേക്ക് വന്ന് വീഴും. അതിന്റെ ഫയർ പവറിൽ ആ ഒരു ഐസ് പതിയെ പതിയെ ഉരുകുകയാണ്. യമട്ടോ ആണെങ്കിൽ ഫുൾ കലിപ്പില് അവളുടെ കൈ മടക്കി ആ ഒരു മോൺസ്റ്ററിനെ ആഞ്ഞടിക്കും. അതിൽ ടെററായ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ യമട്ടോയ്ക്ക് നേരെ തിരിയും. അതിന്റെ ഫയർ ഉപയോഗിച്ച് യമട്ടോയെ കത്തി എരിയിക്കാൻ ശ്രമിക്കുകയാണ്. അവളെ കൊണ്ടാണെങ്കിൽ ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. കട്ട് ചെയ്ത ഇവിടെ സാക്ഷാൽ ബിഗ് മോം അവരാണെങ്കിൽ അവരുടെ ഫുൾ പവർ എടുത്ത് ചുറ്റും ഉണ്ടായിരുന്നവരെയും അവളുടെ അസിസ്റ്റൻസിനെയും എല്ലാവരെയും ചന്നം പിന്നെ അറ്റാക്ക് ചെയ്യും. ലോയാണെങ്കിൽ ഗ്യാപ്പില് ബിഗ് മോമിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിനവളാണെങ്കിൽ ഷോക്ക് വേവ് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാണ്. യൂസ്റ്റസ് കിഡ് അത് കണ്ട് ഞെട്ടും. അതിനവള് യൂസ്റ്റസ് കിഡിനെ പിടിച്ചു വലിച്ച് ഞെട്ടിക്കുകയാണ്. എന്നെ പോലുള്ള ഒരു വാർലോഡിന്റെ ദേഹത്ത് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൈവെക്കും. ഇനി ഒരിക്കലും നിങ്ങളെപ്പോലുള്ള ആരും ഇത്തരത്തിലുള്ള സാഹസികത്തിന് മുതിരാൻ പാടില്ല എന്ന് പറഞ്ഞ് ആണെങ്കിൽ അവരെ തല്ലി തല്ലി കൊല്ലുകയാണ്. അത് കണ്ട് യൂസ്റ്റസ് കിഡിന്റെ അസിസ്റ്റൻസിന് അവർക്കാണെങ്കിൽ സഹിക്കില്ല. കാരണം അവർക്കറിയാം യൂസ്റ്റസ് കിഡ് ആൾ എത്രത്തോളം പവർഫുൾ ആണെന്നും അതുപോലെ തന്നെ ആളുടെ പവറും. സോ അവരെ കൊണ്ട് ആ കാഴ്ച നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. യൂസ്റ്റസ് കിഡിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ വിളിച്ചു പറയും, ബിഗ് മോം ദയവ് ചെയ്ത് അവരെ ഇനി അറ്റാക്ക് ചെയ്യരുത്. ഓൾറെഡി ഒരുപാട് അറ്റാക്ക് ചെയ്ത് ടയർഡ് ആണെന്ന് പറഞ്ഞ് ലോയുടെയും യൂസ്റ്റസ് കിഡിന്റെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ഇപ്പൊ അവരുടെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. ബിഗ് മോമിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ബിഗ് മോം ഇപ്പോ യൂസ്റ്റസ് കിഡിനെയും ലോയെയും പരിഹസിക്കും. ഇതെന്താ ക്രിക്കറ്റ് മാച്ചാണോ? നിന്റെ അസിസ്റ്റൻസിന് നിങ്ങളോടുള്ള സ്നേഹം അത് ഭയങ്കരമാണ്. പക്ഷെ നിങ്ങളും നിങ്ങളുടെ അസിസ്റ്റൻസും നിങ്ങൾ 2 ടീമും യാതൊരു തരത്തിലുമുള്ള ദയയും എന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ വീണ്ടും വീണ്ടും അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓപ്പറിനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. കാരണം ലോയും യൂസ്റ്റസ് കിഡും മാത്രമല്ല അവിടെയുള്ള ഒരുപാട് പേരെ അവളിപ്പോ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഡോക്ടറായ എനിക്ക് ഇത് കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ആവില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അവിടേക്ക് ഓടി അടുക്കും. അതിന് ബിഗ് മോം ആണെങ്കിൽ അവനെ നോട്ടീസ് ചെയ്ത് ടെററായിട്ട് പറയും, അടുത്തേക്ക് വന്ന നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. അതിനുശേഷം അവൾ ഒരു സെക്കൻഡ് കൈഡോയെ കുറിച്ച് ചിന്തിക്കും. ഇതുവരെ കൈഡോ ലൂഫിയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചതായിട്ട് യാതൊരു അനൗൺസ്മെന്റും അവൾ കേട്ടിട്ടില്ല. ഓ നോ, കൈഡോ അവൻ ഇതുവരെ ആ പൊടിപ്പയ്യനെ തല്ലിക്കൊന്നില്ലേ? എന്താ നടക്കണേ? എനിക്ക് എത്രയും പെട്ടെന്ന് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ റൂഫ് ടോപ്പിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. അത് കേട്ട് ലോ ഞെട്ടും. കാരണം അവർ ഒരുപാട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് കൈഡോയെയും ബിഗ് മോമിനെയും 2 വശത്താക്കി മാറ്റിയത്. അവർ ഒരുമിച്ച് നിന്ന അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണവശാലും ബിഗ് മോമിനെ വിട്ടുകൊടുക്കാൻ പാടില്ല. എന്ത് വില കൊടുത്തും അവളെ തടയണം ചിന്തിച്ച് അവനാണെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ലോയാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കില്ല. അവന്റെ സ്ക്വാഡ് അത് ബിഗ് മോമിന്റെ ബോഡിയിൽ കുത്തി ഇറക്കുകയാണ്. അതിലവൾക്ക് വലിയ ഇമ്പാക്ട് ഉണ്ടാവില്ല. പക്ഷേ ലാസ്റ്റ് ചെയ്ത അറ്റാക്ക് അതിപ്പോ ലോയ്ക്ക് ഓർമ്മ വരും. അവൻ ഞൊട്ടിയിടയിൽ ആ ഒരു സ്ക്വാഡിലേക്ക് ഷോക്ക് വേവ്സ് കൊടുക്കുകയാണ്. അവളാണെങ്കിൽ നിലവിളിക്കും. അവളുടെ ഇന്റേണൽ ഓർഗൻസും അവളുടെ ലൈഫും എല്ലാം തന്നെ ആ ഒരു ഷോക്ക് വേവ്സിൽ കിടന്ന് പെടയാണ്. അടുത്ത നിമിഷം അവൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരുപാട് വസ്തുക്കൾ അത് ലോയെ അറ്റാക്ക് ചെയ്യാൻ ലോയ്ക്ക് നേരെ പാഞ്ഞടുക്കും. അത് കണ്ട യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അവന്റെ മാഗ്നറ്റിക് പവർ ഉപയോഗിച്ച് അവറ്റകളെല്ലാം അവന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കും. ഷോക്കേറ്റ ബിഗ് മോം ആണെങ്കിൽ പതിയെ തലയുയർത്തി യൂസ്റ്റസ് കിഡിനെ നോക്കും. യൂസ്റ്റസ് കിഡ് അവനാണെങ്കിൽ മെറ്റൽസ് എല്ലാം ഉപയോഗിച്ച് ഒരു വലിയ ജയന്റ് ട്രക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് അതുപയോഗിച്ച് അവളെ ഞെട്ടിച്ച് അവളെ ചുമരിനോട് ചേർത്ത് വെക്കുകയാണ്. പിന്നീട് ലോയും യൂസ്റ്റസ് കിഡും 2 പേരും ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞങ്ങൾ അവിടെ അടുത്തേക്ക് പറഞ്ഞയക്കില്ല. ഇവർ 2 പേരും പ്രബല ശക്തികളാണ്. അവർ പഴയതുപോലെ ഒന്നിച്ചാൽ അവർക്ക് ആൾക്കാരെ തോൽപ്പിക്കാൻ കഴിയും. നമ്മുടെ ആൾക്കാർക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. സോ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.